ഇന്ന് കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാനും പറയാനൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഉപകാരപ്പെട്ട ഒക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. മറ്റൊന്നുമല്ല, നമ്മളെ മീൻ വളർത്തിനെ കുറിച്ചും പിന്നെ അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ മീനിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ളത് വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന വാണിജ്യാടിസ്ഥാനത്തിൽ വേണമെങ്കിലാവാം, അല്ലെങ്കിൽ പിന്നെ ഈ കളർ മീൻ, അലങ്കാര മീൻ അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ വളർത്തുക എന്നൊക്കെയാണ് നമ്മളെ പരിശീലനമാണ് നമ്മളിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നമ്മളിപ്പോൾ അത്ര വലിയ മീൻ വളർത്തലൊന്നുമല്ല. നമ്മൾ ചെറിയ രീതിയിൽ ഒരു പടുതാക്കളൊക്കെ കുത്തി ഒരു 5-6 വർഷം മുന്നേ ഇങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് തിലോപ്പിയൊക്കെയാണ് കൊടുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പുതിയ വളർത്തലിൻ്റെ തുടക്കമല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്കിതിൻ്റെ മെത്തേഡൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെയൊക്കെ നമ്മൾ കുമ്മായം തന്നെ ഇത്തളിൻ്റെ പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ pH ലെവലൊക്കെ റെഡിയാക്കി. അന്ന് മീൻ വളർത്തലൊന്നും അറിയാത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇത്തൾ പൊടി ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇത്തൾ പൊടി ഇട്ട് നമ്മളതിൻ്റെ pH ലെവലൊക്കെ റെഡിയാക്കി വന്ന് പിറ്റേന്ന് നോക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ചത്തിട്ടുണ്ട്, ഒറ്റൊന്നുമില്ലാതെ. അപ്പോൾ അന്ന് തന്നെ എല്ലാം ഇങ്ങനെ കരയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരുതി ഇങ്ങനെ മീൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ കരുതിയത്. പക്ഷേ പിറ്റേന്ന് ഒന്നല്ല, എല്ലാം ചത്തുപോയി, ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മളെ ഫസ്റ്റ് മീൻ വളർത്തൽ. പിന്നീട് നമ്മൾ അതിലേക്ക് വെള്ളമൊക്കെ അടിച്ച് അതിൻ്റെ pH ലെവലൊക്കെ ഇത്തളിൻ്റെ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ കുറച്ച് തിലോപ്പി കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടത്. പക്ഷെ അതും ഒരു വളർച്ച ഇങ്ങനെ പോരാതെ നിൽക്കുമ്പോൾ നമ്മൾ ഈ കുളവായ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് നമ്മൾ ഈ ചണ്ടി, നമ്മുടെ നാട്ടിലേത് കുളവായ, അമ്പലവായ എന്നൊക്കെ പറയും. അപ്പോൾ എന്തായിക്കോട്ടെ, ഈ ചണ്ടി ഞാൻ കുറച്ച് കൊടുന്ന് ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമുക്ക് മീനുകളൊന്നും പ്രശ്നമായിട്ടില്ല. മീനുകളൊക്കെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുക. ചണ്ടിയാണെങ്കിലോ നല്ല കുളത്തിൽ നിറയെ ചണ്ടിയാവും ചെയ്യും. പിന്നെ നമ്മൾ ഒരു 4-5 മാസം കൂടുമ്പോൾ കുറേയൊക്കെ കരക്കിൽ കയറ്റി നമ്മൾ വാഴക്കും തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലാഭം കുറേയേറെയാണ്. കുറേ ജോലി ഒഴിവായി, കുറേ പ്രശ്നങ്ങളും ഒഴിവായി. കാരണം മീൻ വളർത്തുന്നവരൊക്കെ ഇതിലേക്ക് വെള്ളം അടിച്ചു കൊടുത്ത് പിന്നെ അതിൽ നിന്ന് വെള്ളം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പതക്കെ കിട്ടുമ്പോൾ ആ വെള്ളം ഒഴിവാക്കി വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ pH ലെവൽ നോക്കി, ഇങ്ങനെയാണ് മീൻ വളർത്തലൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മീൻ വളർത്തൽ കാണുമ്പോൾ തന്നെ ഒരു ഇത് തോന്നില്ല. കാരണം വെള്ളമൊക്കെ പതക്കെട്ടി ഒരു കൊഴുപ്പ് രീതിയിലൊക്കെ തന്നെ വെള്ളത്തിൽ ടാങ്കിയിലും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് മീൻ. കാണാനൊരു സൗന്ദര്യം ഉണ്ടാവില്ല, ഭയങ്കര വാസനയായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഇങ്ങനെ ചത്തു പൊന്തിക്കൊണ്ടിരിക്കും. കുറേയൊക്കെ 2-3 എണ്ണമൊക്കെ ഓരോ ദിവസം പൊന്തിക്കൊണ്ടിരിക്കും. നമ്മളെ ഒരു ബന്ധുക്കാരുണ്ട്, അയാൾ പറയുകയാണ് വലിയ കുളമാണ്. വലിയ കുളം എന്ന് പറഞ്ഞാൽ ഒരു 3 സെൻറ്റിൽ വലിയ കുളം പാടത്താണ്. പക്ഷെ അവിടെയൊക്കെ മീനിങ്ങനെ ചത്ത് ഒരു 2-3 എണ്ണമൊക്കെ ചത്ത് പൊന്ത് കിടന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ പുതിയ വെള്ളം അടിച്ചു കൊടുക്കും, എന്നിട്ട് പിന്നെ നമ്മൾ ആ വെള്ളം മാറ്റും, വീണ്ടും പുതിയ വെള്ളം അടിച്ചു കൊടുക്കും, വീണ്ടും നമ്മൾ ആ വെള്ളം മാറ്റും. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് നമുക്ക് ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് വളർത്തിയത്. നാച്ചുറലായിട്ട് ഈ ചണ്ടി കണ്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. നമ്മൾ പിന്നെ ഫിൽറ്റർ വേണ്ട, വെള്ളം നമ്മൾ ഓവർഫ്ലോ ചെയ്ത് ഇങ്ങനെ വിട്ടു കൊടുക്കും. വെള്ളം നമ്മൾ ഈ കുളത്തിലേക്ക് ഇങ്ങനെ അടിക്കും, അത് ഓവർഫ്ലോ ചെയ്ത് വേനൽക്കാലത്തൊക്കെ അത് ഓവർഫ്ലോ ചെയ്ത് നമ്മൾ തോട്ടങ്ങളൊക്കെ നനക്കും. വർഷക്കാലത്ത് മഴ പെയ്തിട്ട് ഓവർഫ്ലോ ചെയ്ത് പോകും. പിന്നെ മഴയില്ലാത്ത സമയത്ത് നമ്മൾ ഓവർഫ്ലോ ചെയ്ത് കുറച്ച് വിടും. അത് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു 10 മിനിറ്റ് വെള്ളം ഒഴുകിപ്പോയാൽ മതി. 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ്. എന്നാൽ തന്നെ മീനുകൾക്ക് ശുദ്ധവായും മറ്റുമൊക്കെ ലഭിച്ച് നല്ല രീതിയിൽ വളരും. കാരണം വെള്ളത്തിൽ മീനുകൾക്ക് ദോഷം ചെയ്യുന്നതൊക്കെ ഈ കുളവായ വലിച്ചെടുത്ത് അത് നല്ല രീതിയിൽ വളരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനുകൾക്ക് ദോഷം ചെയ്യുന്നതൊന്നും വെള്ളത്തിലുണ്ടാവില്ല. ഒക്കെ pH നല്ല ലെവലൊക്കെ കണ്ടീഷനായിരിക്കും, നമ്മൾ നോക്കേണ്ട ആവശ്യം തന്നെയില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ ആ രീതി നമ്മൾ ഇതുവരെ മീനിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ ആർക്കും ആ രീതിയൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നല്ല, നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മീൻ വളർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ വളർത്തിയാൽ മതി, ഓവർഫ്ലോ ചെയ്ത് വിടുക. പിന്നെ ഈ ചണ്ടി വളരാതിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കുക, എന്നിട്ട് പിന്നെ വെള്ളം അതിൽ നിന്ന് വാർത്ത് കൊടുക്കുക, വീണ്ടും 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് വെള്ളം അടിച്ചു കൊടുക്കുക, എന്നിട്ട് വീണ്ടും വെള്ളം വാർത്ത് കൊടുക്കുക. അങ്ങനെയുള്ളടത്താണെന്നുണ്ടെങ്കിൽ ഈ വായ കൊണ്ടിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അത് വളരില്ല. ഇത് ഈ മീനിൻ്റെ കച്ചറയൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഇത് വളരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല എന്നാണ്. എന്നാലും നല്ല കടുത്ത വേനൽക്കാലമൊക്കെ ആകുമ്പോൾ
ഒന്ന് വെള്ളം അടിച്ചിട്ട് ഒന്ന് ഒഴുക്കിയിട്ട് നമ്മളെ തോട്ടങ്ങളോ മറ്റോ നനക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളങ്ങൾ നമ്മളെ വാഴക്കും തെങ്ങിനൊക്കെ കിട്ടും ചെയ്യും. കുളത്തിന് യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്ക് വേറൊരു മോട്ടറിൻ്റെ ആവശ്യമില്ല, ഈ കുളത്തുനിന്ന് വലിച്ചെടുത്ത് ഇതാക്കേണ്ട മോട്ടറിൻ്റെ ആവശ്യമില്ല. ആ പണികൾ നമുക്ക് ലാഭം കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പൂർണ്ണമായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ അലങ്കാര മീനായിട്ടുള്ള കളർ മീനായിട്ടുള്ള ഓസ്കാർ ഇങ്ങനെയുള്ളതൊക്കെ ഈ നമ്മൾ ചെറിയ കുളത്തിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് കുളത്തിൽ കൈകൊണ്ട് സുഖമില്ലാത്തതുകൊണ്ട് ഒന്നും റെഡിയാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിൽ ചണ്ടിയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മളെ മീൻ കാണുന്ന രീതിയിലൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വന്നത്. പിന്നെ ഇതിൽ കുറേ തവളകളുണ്ട്, അതിനൊക്കെ പിടിച്ചു പോകാനൊക്കെ. പിന്നെ ഇതിൽ കുറേ ഗപ്പികളുണ്ട്. തിലോപ്പിയൊക്കെ നല്ല വലുതുണ്ട്. അതൊക്കെ ഇനി മക്കളൊക്കെ വന്നതിന് ശേഷം പിടിക്കണം. അപ്പോൾ നമ്മൾ മുമ്പ് ആ കുളത്തിൽ തിലോപ്പിയെന്ന് വളർത്തിയിരുന്നത്. അപ്പോൾ അത് പെറ്റി വരുന്ന ഒരു തിലോപ്പിയായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ ഒരു 5-6 നമ്മൾ ഈ ചെറിയ കുളത്തിലിട്ടപ്പോൾ ഇതിൽ പെറ്റി വരിക ഉണ്ടായതാണ്. നമ്മൾ വളർത്തുന്ന തിലോപ്പി ആയതുകൊണ്ട് തന്നെ കച്ചറകളൊന്നും ഉണ്ടാവില്ല. നല്ല പിന്നെ കരിമീൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഈ നാച്ചുറലായിട്ട് വളരുന്ന രീതിയിലാണ് അവർ വളരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ വരാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. നമ്മൾ വയൽച്ചീര നട്ടിരുന്നു, അത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് വലിയ രീതിയിലൊന്നും വളർന്നിട്ടില്ല. കാരണം ഇവിടെ വാഴക്കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നില്ല. വയൽച്ചീരൊക്കെ പറഞ്ഞാൽ നല്ല വയലെന്ന് പറഞ്ഞാൽ തന്നെ വെയിലടിക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ ഇതൊക്കെ വളരുന്നുണ്ടെങ്കിൽ നല്ല വെയിൽ വേണം. അപ്പോൾ വാഴക്കൂട്ടൊക്കെ കണ്ട് പോയപ്പോൾ ഈ കുളങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കിയാണ് വെയിൽ കിട്ടാനും. അപ്പോൾ വയൽച്ചീര ഉള്ളതൊക്കെ നുള്ളിയെടുക്കാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് വയൽച്ചീര ഇതിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കും. അത് 1-2 വിത്തുകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ മതി, പിന്നെ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വയൽച്ചീരൊക്കെ തന്നെ ആയിരിക്കും. അതും കൂടി നമുക്കിതിൽ കാണാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മീൻ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയേറെ ലാഭങ്ങളാണ്. നമ്മളിങ്ങനെ വെള്ളം അടിച്ചു കൊടുത്ത് തിരിച്ചും മറിച്ചുമായിട്ട് ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണ്ട. കുറച്ച് ചണ്ടി കണ്ട് കൊണ്ടിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ അത് വളർന്നുകൊണ്ടിരിക്കും. ചില കുളത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് അതിലെ മീൻ തന്നെ കാണാനും പറ്റില്ല, അത് കഴിക്കാനും വൃത്തി ഉണ്ടാവില്ല. കാരണം ഒരു പതക്കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം വെള്ളം. എന്നാൽ നമ്മളെ മീൻ വളർത്തുന്ന വെള്ളം അതിൻ്റെ അടുത്ത് കൂടി പോയാലും യാതൊരു സ്മെല്ലോ മറ്റോ ഒന്നുമില്ല. കാരണം അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ചണ്ടി വലിച്ചെടുത്ത് വെള്ളം ശുദ്ധിയാക്കി, വെള്ളം നല്ല നീല കളറിലിങ്ങനെ നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാനും പറയാനും വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയുമായി വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ മീൻ വളർത്താനും വലിയ രീതിയിൽ മീൻ വളർത്താനൊക്കെ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള താല്പര്യം ഇല്ലാത്തവരൊക്കെ ഉള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്ത് നമ്മളെ ചാനലിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.